പി.കെ. ശശിയെ കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ്. CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഗൂഗിൾ വിവരങ്ങളുമായിട്ട്. ഗൂഗിൾ, എന്താണ് നിലവിൽ തന്നെ പാർട്ടി നടപടികൾ നേരിട്ട ആളാണ്, ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്നു? വിഭാഗീയത ശക്തമായി നിലനിൽക്കുകയാണ്. തീർച്ചയായും പി.കെ. ശശിയെ പൂർണ്ണമായും തന്നെ ഒരു സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി, അല്ലെ എല്ലാ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു ഭാഗമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശുപാർശയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന കമ്മിറ്റിക്ക് പോയിട്ടുള്ളത്. പ്രധാനമായും കർശനമായിട്ടുള്ള നടപടിയാണ് പി.കെ. ശശി നേരിട്ടിരുന്നത്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന രീതിയിലേക്ക് നടപടി പോയി. അതിന് പിന്നാലെ അത് മാത്രം പോരാ, കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനത്തു നിന്നുകൂടി പി.കെ. ശശിയെ മാറ്റണമെന്നുള്ളൊരു ശുപാർശ പോയിട്ടുണ്ട്. ആ ശുപാർശയാണ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ പോയിട്ടുള്ളത്. അതിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്ത് ഒരുപക്ഷെ സർക്കാരിന് നിർദ്ദേശിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സർക്കാരിനോട് അഭിപ്രായം പറയുകയായിരിക്കും ചെയ്യുക. ഏതായാലും ഈ ഒരു കാര്യത്തിൽ പാർട്ടി നടപടികൾ മാത്രം പോരാ എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. കാരണം അഴിമതി ആരോപണം നേരിടുന്ന ആളാണ് പി.കെ. ശശി. ഫണ്ട് തിരിമറി അടക്കമുള്ള പാർട്ടിയിൽ ഗുരുതര അച്ചടക്ക ലംഘനമാണ് പി.കെ. ശശിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനത്തു നിന്നുകൂടി ശശി മാറണമെന്നുള്ളൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ അതിൽ ഭൂരിപക്ഷ അഭിപ്രായം കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൂടി പി.കെ. ശശിയെ മാറ്റണമെന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഒരു നിർദ്ദേശമാണിപ്പോൾ, ശുപാർശയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോയിട്ടുള്ളത്. അതിലെന്തായിരിക്കും നടപടി എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. ഏതായാലും പാർട്ടി നടപടി, അച്ചടക്ക നടപടി മാത്രം പോരാ, കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൂടി പി.കെ. ശശിയെ മാറ്റണമെന്ന് പാലക്കാട്ടെ CPM പ്രവർത്തകരിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പാർട്ടി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ശശിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഫണ്ട് തിരിമറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് കൂടി ശശി ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. ശരി, എന്തായാലും നിലവിൽ തന്നെ പാർട്ടി നടപടികൾ നേരിട്ട ആളാണ് പി.കെ. ശശി. അദ്ദേഹത്തെ ഇപ്പോൾ നിലവിലുള്ള സ്ഥാനത്തു നിന്നും കൂടി ഒഴിവാക്കണം എന്നാണ്, പ്രത്യേകിച്ചും കെ.ടി.ഡി.സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.